അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ക്രിസ്തുമസിനോട് ചേർന്ന് ആഘോഷിക്കുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ക്രിസ്തുമസിന്റെ സന്ദേശം തന്നെയായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ സന്ദേശം. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഏറ്റവും വലിയൊരു പ്രതീകമായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. അതുകൊണ്ട് ഇന്നാണ് നമ്മളിത് ആഘോഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിദേശകാര്യ സർവീസ് 1967 മുതൽ 2004 വരെ നീണ്ടുനിന്ന വിദേശകാര്യ സർവീസിന്റെ കാലത്താണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്നു നിന്നത്. ഒരു രണ്ട് MP-മാർ മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവായി തുടങ്ങി പ്രധാനമന്ത്രിയാകുന്ന കാലം വരെ പലതരത്തിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം ഇത്ര ഒരു മഹത്തായ ഒരു വ്യക്തിയോട് ചേർന്ന് ജോലി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എല്ലാത്തിലേക്കും നമുക്ക് പോകാൻ കഴിയില്ല. ഞാൻ 4 കാര്യങ്ങൾ മാത്രം പറയും. എങ്ങനെയാണ് ശ്രീ വാജ്പേയി വിദേശകാര്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും 4 രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയത് എന്നെല്ലാം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നെഹ്റുവിയനായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയില്ല. ഇന്നാരും അദ്ദേഹത്തെ നെഹ്റുവിൻ എന്ന് വിളിക്കുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുള്ളവർക്ക്, അദ്ദേഹത്തിന്റെ നെഹ്റുവിനെ പറ്റിയുള്ള അഭിപ്രായം അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നെഹ്റു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മോഡൽ എന്നുള്ളതാണ്. അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി സൗത്ത് ബ്ലോക്കിൽ ചെന്നപ്പോൾ ആദ്യം കണ്ടത് വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന പണ്ഡിറ്റിയുടെ ചിത്രം ആരോ മാറ്റിയിരിക്കുന്നതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ ആദ്യം അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം തിരിച്ച് കൊണ്ടുവന്ന ആ മുറിയിൽ വെച്ചു എന്നാണ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോ നെഹ്റുവിന്റെ പോളിസി തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും. എന്ന് പറഞ്ഞാൽ ലോകസമാധാനം, സൗഹൃദം, അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇവയെല്ലാം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അധികാരത്തിൽ വന്നത് മുതൽ 2004 വരെ എങ്ങനെയാണ് ചില കാര്യങ്ങൾ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. 1977 നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അധികാരം നഷ്ടപ്പെട്ടു എന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് സോവിയറ്റ് യൂണിയനിലെ ആളുകളാണ്. ഇന്ദിരാഗാന്ധിക്കെതിരായി ആരാണ് മത്സരിച്ചതെന്ന് പോലും സോവിയറ്റ് യൂണിയനിലെ ആളുകൾക്ക് അറിയില്ല. പ്രാദേശിക വിശ്വസിയൊന്നും മൊറാർജി ദേശായിയുടെ പേര് പോലും പറഞ്ഞില്ല. അതുകൊണ്ട് 1970 ഈ വിഷയം വന്നപ്പോൾ വളരെയധികം നല്ല ശക്തമായ ബന്ധമായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുമായിട്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ആശങ്ക, എന്ത് സംഭവിക്കും സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. അതിനാദ്യം ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചെയ്തത് അദ്ദേഹം സോവിയറ്റ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. കുറച്ചു ദിവസം അധികാരം വന്നതിന് കുറച്ചു ദിവസം ശേഷമാണ് ഗ്രോമിക്കോ ഇന്ത്യയിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ യാത്രയാക്കാൻ ഞാൻ മോസ്കോ എയർപോർട്ടിലുണ്ടായിരുന്നു. ഗ്രോമിക്കോയുടെ മുഖം ചുമന്നിരിക്കുകയായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന് അറിയില്ല എന്ത് തരത്തിലുള്ള സ്വീകരണമായിരിക്കും നമുക്ക് സോവിയറ്റ് യൂണിയനിൽ കിട്ടുക. ഈ മൊറാർജി ദേശായി ആരാണെന്നോ ഈ പാർട്ടികൾ ആരാണെന്നോ ഒന്നും സോവിയറ്റ് യൂണിയൻ യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ ഉഷണ്ണനായിട്ടാണ് ഇന്ത്യയിലേക്ക് പോയത് നമുക്കറിയാം. പക്ഷെ ആദ്യത്തെ വാക്കുകൾ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖം പരിചയമില്ല, കാരണം നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടില്ല. സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാം, അതിന് പ്രാധാന്യമുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ മുഖങ്ങളൊക്കെ വ്യത്യാസമാണെങ്കിലും ഞങ്ങളുടെ ഹൃദയം സോവിയറ്റ് യൂണിയനോട് കൂടിയാണ്. തിരിച്ച് വന്ന ഗ്രോമിക്കോ വളരെ സന്തുഷ്ടനായിരുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് പിന്നെ ഇൻഡോ സോവിയറ്റ് ബന്ധങ്ങൾ തുടർന്നത്. അന്ന് അംബാസിഡറായിരുന്ന ശ്രീ ഇന്ദർ ഗുജറാലിനെ മാറ്റും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ മൊറാർജി ദേശായി അദ്ദേഹത്തിന് അംബാസിഡറായി തുടരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ ബന്ധത്തിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകാനുള്ള കാരണം ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ സാമീപ്യമായി. അതിനുശേഷം ശ്രീ മൊറാർജി ദേശായിയും ശ്രീ വാജ്പേയിയും കൂടി സോവിയറ്റ് യൂണിയനിൽ പോയപ്പോൾ അവരുടെ കൂടെ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അവിടെ ശ്രീ വാജ്പേയിക്കുണ്ടായിരുന്ന വലിയ പ്രശ്നം
ശ്രീ മൊറാർജി ദേശായിയുടെ സോവിയറ്റ് യൂണിയനെ പറ്റിയുള്ള ചില അഭിപ്രായങ്ങൾ. ഞങ്ങൾ മോസ്കോയിലേക്ക് പോകുമ്പോൾ മൊറാർജി ദേശായി ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് യാത്ര ചെയ്യുന്നവരോട് പറഞ്ഞു, ഞാനിപ്പോൾ സോവിയറ്റ് യൂണിയനിൽ പോകുന്നത് അവിടുത്തെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താമെന്നാണ്. വി വുഡ് ഡിസ്റ്റൻസ് അവേഴ്സെൽസ് ഫ്രം ദ സോവിയറ്റ് യൂണിയൻ. കാരണം അദ്ദേഹത്തിന്റെ അമേരിക്ക ബന്ധം കൊണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് അത്തരത്തെ തരത്തിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പലപ്പോഴും ശ്രീ വാജ്പേയിയുടെ വ്യക്തിപരമായ ഇടപെടൽ ആവശ്യമായി വന്നു ഇന്തോ സോവിയറ്റ് ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ ആ സന്ദർശനത്തിന് ശേഷം. അങ്ങനെ സോവിയറ്റ് യൂണിയന് തുടർച്ച, ഇന്തോ സോവിയറ്റ് ബന്ധങ്ങളിൽ തുടർച്ച ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ ഒരു സംഭാവന നൽകിയത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി. രണ്ടാമത്തേത് ചൈന. നമുക്കറിയാം, ചൈനയുമായുള്ള ബന്ധങ്ങൾ വളരെ മോശമായിരുന്നു. എന്ത് വേണം, ഏത് തരത്തിലാണ് ചൈനയോട് സഹകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, ഇന്ത്യയുടെ ചൈന നയം എന്തായിരിക്കണം എന്നൊക്കെ വളരെ അരക്ഷിതാവസ്ഥയുള്ള ഒരു സമയമായിരുന്നു അദ്ദേഹം. ശ്രീ വാജ്പേയി ആദ്യമായി ചൈന സന്ദർശിച്ചത് പുതിയ ഗവൺമെന്റ് ഉണ്ടായതിനു ശേഷം. അപ്പോൾ അത് ചൈനയിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ചൈന നമ്മുടെ സുഹൃത്തല്ല, ഇപ്പോഴെന്തിനാണ് അദ്ദേഹം സന്ദർശിക്കേണ്ടത് എന്നൊക്കെ. പക്ഷെ അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ശ്രീ വാജ്പേയി ബെയ്ജിങ്ങിൽ എത്തി. അതൊരു വലിയ പ്രധാനപ്പെട്ട സന്ദർശനമായിരുന്നു. കാരണം നമ്മൾ 1962 ആക്രമണത്തിന് ശേഷം ചൈനയിൽ ഒരു നേതാവ് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ കഷ്ടകാലം എന്ന് പറയട്ടെ, അദ്ദേഹം ബെയ്ജിങ്ങിലുള്ള സമയത്താണ് ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത്. അതുകൊണ്ട് ആ സന്ദർശനം പരാജയപ്പെട്ടു. കാരണം ശ്രീ വാജ്പേയി പറഞ്ഞു, ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ചൈനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആ സന്ദർശനത്തിന് സഹായകരമായില്ല എങ്കിൽ പോലും അദ്ദേഹം അന്ന് കൊടുത്ത സന്ദേശം, ഞങ്ങൾ പുതിയ സുഹൃത്തുക്കളെ നോക്കുന്നു, ചൈന നമ്മുടെ സുഹൃത്താകേണ്ട ആവശ്യമുണ്ട്, പക്ഷെ പഴയ സുഹൃത്തുക്കളെ നിരസിക്കുവാനും പഴയ കുട്ടികളെ മാറ്റി നിർത്തുവാനും ഞങ്ങൾക്ക് തയ്യാറില്ല എന്നൊരു സന്ദേശമാണ് അദ്ദേഹം അന്ന് ചൈനയ്ക്ക് നൽകിയത്. അതിനുശേഷം ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി, നല്ല കാര്യങ്ങളുണ്ടായി. രാജീവ് ഗാന്ധിയുടെ 1988 സന്ദർശനം, ശ്രീ നരസിംഹറാവിന്റെ 1993 സന്ദർശനം, ഇവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഇന്ത്യ ചൈന ബന്ധങ്ങളുണ്ടായി. പക്ഷെ എന്നാലും അന്ന് ആദ്യമായി ചൈനയിൽ പോകാനുള്ള ധൈര്യം കാണിച്ചത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി. മറ്റൊന്ന് പാകിസ്ഥാന്റെ കാര്യത്തിൽ. പാകിസ്ഥാനുമായിട്ട് ബന്ധം പുലർത്താനും ബന്ധം ശക്തിപ്പെടുത്താനും ഒരു രാഷ്ട്രീയ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ അത് ശ്രീ വാജ്പേയി മാത്രമായി. ആരും പാകിസ്ഥാൻ സന്ദർശിക്കുവാനോ പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യുവാനോ തയ്യാറായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു ബസ് യാത്ര നടത്തി നമുക്കുള്ള ഓർമ്മയുണ്ട്. അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി പാകിസ്ഥാനിലേക്ക് പോയി. അപ്പൊ അവിടെ വെച്ച് വലിയ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും അതിനാൽ തുടർന്നാണ് കാർഗിൽ യുദ്ധം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ആ പ്രവർത്തനം വന്നു തുടങ്ങിയെങ്കിൽ പോലും അത് പെട്ടെന്ന് അവസാനിക്കാനുണ്ട്. പക്ഷെ കാർഗിൽ യുദ്ധത്തിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം. കാരണം കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ ലൈൻ ഓഫ് കൺട്രോളിനകത്ത് കയറി ആക്രമിച്ചത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അതിന് സാധാരണയായി ഏത് ഗവൺമെന്റ് ആയാലും ഏത് നേതാവായാലും തീർച്ചയായിട്ടും നമ്മളും ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്ത് പോയി ആക്രമിക്കുമായിരുന്നു. പക്ഷെ ശ്രീ വാജ്പേയി പറഞ്ഞ അതല്ല, നമുക്ക് സമാധാനം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യും. നാം യുദ്ധം ചെയ്യുന്നതിന് പുറത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് അമേരിക്ക ആദ്യമായി ഇന്ത്യയുടെ വശത്ത് നിന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് കാർഗിൽ യുദ്ധം അവസാനിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ശ്രീ പ്രസിഡന്റ് ക്ലിന്റൺ പാകിസ്ഥാനി പ്രധാനമന്ത്രിയെ വാഷിംഗ്ടണിൽ വിളിച്ച് ഒരു അൾട്ടിമേറ്റം കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം ശ്രീ വാജ്പേയി കൂടി ക്ഷണിക്കാൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം തീർച്ചയായും പോയില്ല. പക്ഷെ ആ സന്ദർശന സമയത്തും നവാസ് ഷെരീഫ് വാഷിംഗ്ടണിലുള്ളപ്പോൾ ഉണ്ടായ ചർച്ചകളെല്ലാം മണിക്കൂറുകളോളം അവിടുത്തെ പ്രസിഡന്റ് ക്ലിന്റൺ ശ്രീ വാജ്പേയി ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് മാത്രമാണ്, ലൈൻ ഓഫ് കൺട്രോൾ നിങ്ങൾ ക്രോസ് ചെയ്യാത്തത് കൊണ്ട്
തീർച്ചയായും ഇന്ത്യ അഭിനന്ദനം അറിയിക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീ വാജ്പേയി ചോദിച്ചു, എന്താണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താങ്കൾ ചെയ്യാൻ പോകുന്നത് എന്ന് പ്രസിഡന്റ് ലിറ്ററോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രം, തീർച്ചയായും ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇടപെടുകയും, പക്ഷേ ഇത് ഈ കാര്യത്തിൽ മാത്രം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം ഞാൻ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ശ്രീ വാജ്പേയി ചോദിച്ചു, എന്താണ് പറഞ്ഞത്? നവാസ് ഷെരീഫ് പറയുന്ന അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാം, വിഡ്രോ ചെയ്യാം, പക്ഷേ ക്ലിന്റൺ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ ശ്രീ വാജ്പേയിക്കൊന്നും പറയേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല. എനിക്കറിയാം നിങ്ങളുടെ പോളിസി, ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും ബയലാറ്ററലായിരിക്കും. അപ്പോൾ വാജ്പേയി അധികം സംസാരിക്കാത്തയാളാണ്. അത് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ എല്ലാ ശ്രമങ്ങൾക്കും ഞാൻ ബെസ്റ്റ് വിഷസ് നൽകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ അന്ന് കാർഗിൽ യുദ്ധം നമ്മളാണ് വിജയിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിച്ചത് ശ്രീ വാജ്പേയിയുടെ ഇടപെടലുകളും അതുപോലെ ശ്രീ ക്ലിന്റന്റെ നിലപാടുമായി. ആദ്യമാണ് ചരിത്രത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ അമേരിക്ക ഇന്ത്യയുടെ സൈഡിൽ ആയിരുന്നു. അവസാനമായി അമേരിക്കയുമായിട്ടുള്ള ബന്ധം, അമേരിക്കൻ ബന്ധങ്ങൾ അത്ര നല്ലതായില്ലാത്ത കാലത്താണ് ഈ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അമേരിക്കയുടെ കാര്യത്തിൽ പലതും ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതേസമയത്ത് ആണെങ്കിൽ നരസിംഹറാവു ഈ ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ശ്രീ നരസിംഹറാവും ശ്രീ വാജ്പേയിയും തമ്മിൽ വലിയ സുഹൃത്ബന്ധമായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ പറയാറുണ്ടായിരുന്നു, ഗവൺമെന്റിൽ ഒരു ജോയിന്റ്, ഒരു കോalition ഗവൺമെന്റ് നരസിംഹറാവും വാജ്പേയിയും ഉണ്ടെങ്കിൽ ഒരു ഐഡിയൽ ഗവൺമെന്റ് ആയിരിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. അത്രമാത്രം സൗഹൃദം അവർ തമ്മിലുണ്ടായിരുന്നു. ഒരു കാര്യം ഓർക്കാനുള്ളത്, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി ജനീവയിൽ ഒരു റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ശ്രീ നരസിംഹറാവു അവിടെ അയച്ചത് ശ്രീ വാജ്പേയി തന്നെയായിരുന്നു. ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഒരു രാജ്യത്തിന്റെ സംഘത്തിന്റെ നേതാവായി ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ ലീഡർ ഓഫ് ഓപ്പോസിഷനായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യൻ ഡെലിഗേഷന്റെ നേതാവ്. അതിലൂടെ ശ്രീ സൽമാൻ ഖുർഷിദ്. അങ്ങനെ ജനീവയിൽ ആ പ്രപ്പോസൽ, ആ റെസൊല്യൂഷൻ പാകിസ്ഥാനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ ഏറ്റവും വലിയ സംഭാവന നൽകിയത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗം പോലും ആയിരുന്നില്ല, ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, എല്ലാ കാര്യത്തിലും രാജ്യത്തിന്റെ പ്രാധാന്യം, സമാധാനത്തിന്റെ പ്രാധാന്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ളതിലാണ് നമുക്ക് നോക്കേണ്ടത്.